എന്തിനു പറഞ്ഞ പട്ടിയെ വരെ അകത്ത് വിട്ടിട്ടുണ്ട്. പട്ടിയെ അകത്ത് വിട്ട് ഒരു കോമ്പൗണ്ട് ഞാൻ കയറി, രണ്ടാമത്തെ നിലയിൽ വാടകക്കാരൻ അവരുടെ വീട്ടിനകത്ത് ഞാൻ കയറി. അവർ വീട് തുറന്നിട്ടുന്നതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാഹോദര്യത്തെക്കുറിച്ചും ജാതീയത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും എല്ലാം ഭയങ്കരമായിട്ട് എല്ലാവരും പ്രസംഗിക്കും. പക്ഷേ അവരുടെ ലൈഫിലൊരു കാര്യം നമ്മൾ പരിശോധിച്ചേക്കാൻ നമുക്ക് അവിടെ ജാതിയുണ്ട്. അവർക്ക് വ്യക്തമായ ജാതി അവർ കാണിക്കും. ചില ഓട്ടോക്കാർ പച്ച കോട്ടിട്ടവരെ കണ്ട നിർത്താത്ത ഓട്ടോക്കാരുണ്ട്. ഞങ്ങൾ റോഡിൽ നിന്ന് എത്രയോ ഓട്ടോ കൈ കാണിക്കും. ഞങ്ങൾ പച്ച കോട്ടിട്ടിരിക്കുന്ന നിൽക്കുന്നവരെ കേട്ടത് ആൾക്കാർ ഇന്നും ഉണ്ട്. ഇപ്പോൾ ധനജകുമാരി ഹരിതകർമ്മ സേനയുടെ ശക്തയായ പ്രവർത്തകയാണ്. എന്ത് വന്നാലും ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ അംഗീകാരം കിട്ടിയാലും എന്റെ തൊഴിൽ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യമുള്ളൂ. അപ്പൊ ഈ ഹരിതകർമ്മ സേനയിൽ പോകുമ്പോൾ ഓരോ ആളുകളുമായി ഇടപഴകുമ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ടും ധനജകുമാരിയെ മനസ്സിലാവുന്നുണ്ട്, ഇന്ന ആളാണ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവര് ധനജകുമാരി പറയുന്നത് കേൾക്കാനുള്ള ചെവി തരാറുണ്ടോ ഇല്ലയോ? ഇപ്പം കുറച്ച് പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ പക്ഷെ ആദ്യം ഞാൻ ഹരിതകർമ്മ ഇതിന് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ പറയുന്നവർ കേൾക്കാറില്ല, നമുക്ക് ചെവി തരാറില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർ, ജോലിയുള്ള ആൾക്കാർക്ക്, നല്ല പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പോയി ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അവരോട് തരംതിരിക്കുന്നതൊക്കെ പറയുമ്പോൾ അവർക്ക് കേൾക്കാൻ പോലും മനസ്സില്ല. അവർ നമ്മളോട് പറയാം, നിങ്ങൾ ചവറ് പറക്കാൻ വന്നെങ്കിൽ ചവറ് പറക്കിയിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് 100 രൂപയും തരണം, നിങ്ങൾ പറയുന്ന പോലെ കേൾക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് എന്തിനു പറഞ്ഞ പട്ടിയെ വരെ അകത്ത് വിട്ടിട്ടുണ്ട്. പട്ടിയെ അകത്ത് വിട്ട് ഒരു കോമ്പൗണ്ട് ഞാൻ കയറി, രണ്ടാമത്തെ നിലയിൽ വാടകക്കാരൻ അവരുടെ വീട്ടിനകത്ത് ഞാൻ കയറി. അവർ വീട് തുറന്നിട്ടുന്നതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റി. പിന്നെ ഞാൻ അവിടുത്തെ അസോസിയേഷൻ സെക്രട്ടറി വിളിച്ചാണ് ആ കതവ് തുറന്ന് ഞാൻ വരേണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്ന് അതിനൊക്കെ കുറച്ച് മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ ഈ വാർത്തകളിലും കാര്യങ്ങളിലൊക്കെ അവരൊക്കെ ധനജകുമാരിയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതുണ്ട്. കുറച്ചിപ്പോൾ മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഹരിതകർമ്മ സേനയിൽ പോയ കാലത്തൊക്കെ തുടക്കകാലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് വിദ്യാസമ്പന്നരായ ആൾക്കാരിൽ നിന്നാണ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചെറിയ ഇപ്പൊ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ആറാട്ടുപുഴ വേലായുധ പണിക്കരെയൊക്കെ പോലെ അവരുടെ ജീവിതമൊക്കെ ചെറിയതായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ട്, അവരുടെ ബയോഗ്രഫി പഠിച്ചു വെച്ച് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു ക്യാമ്പയിനിങ് പോലെ നടത്തിയാൽ അവരുമായി ഒരു സംസാരം നടത്തി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. മാറ്റം ഉണ്ടാകാനാണല്ലോ നമ്മൾ ഇതൊക്കെ എഴുതി വെക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാറേണ്ടത് മനുഷ്യരാണല്ലോ, നമ്മൾ മനുഷ്യരാണ്, നമ്മളാണ് മാറേണ്ടത്. അല്ല നമ്മളിപ്പോൾ എഴുതി വെച്ച പുസ്തകങ്ങൾ വായിച്ചെന്നും പറഞ്ഞ് പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, പ്രവർത്തിക്കാൻ പാടാണ്. വളരെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാഹോദര്യത്തെക്കുറിച്ചും ജാതീയത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും എല്ലാം ഭയങ്കരമായിട്ട് എല്ലാവരും പ്രസംഗിക്കും. പക്ഷേ അവരുടെ ലൈഫിലൊരു കാര്യം നമ്മൾ പരിശോധിച്ചേക്കാൻ നമുക്ക് അവിടെ ജാതിയുണ്ട്. അവർക്ക് വ്യക്തമായ ജാതി അവർ കാണിക്കും. അത് താഴ്ന്ന ജാതിക്കാരനുണ്ട്, മുകളിലിരിക്കുന്ന ജാതിക്കാരനുണ്ട്. പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് കൂട്ടായ്മകൾ ഒരുപാട് സംഘടിപ്പിക്കാം. ആ കൂട്ടായ്മകൾ എത്രത്തോളം നമുക്കൊരു 10% ആ കൂട്ടായ്മയിൽ ഈ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പറ്റണം. അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാൻ മാത്രമേ. അതാ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ഉൾമനസ്സിൽ കിടക്കുന്ന ഒരു ഉത്ബോധം തന്നെയാണത്. അത് അങ്ങനെ തന്നെയാണ്, അല്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്നറിയാമോ, അത് ചിന്തിക്കേണ്ട കാര്യമില്ല, അനുഭവസ്ഥരാണ് ഞങ്ങൾ. ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ ആൾക്കാരോട് മുഖം മൂടിയിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് അല്ലേ? ആണ് ഇപ്പൊ ഇവിടെ പല മനുഷ്യരും മുഖം മൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇല്ലെന്ന് ഞാൻ പറയാൻ നമുക്ക് പറ്റൂല. കാരണം പല മനുഷ്യരും, കാരണം നമ്മളെപ്പോലെ ഓപ്പണായിട്ട് പറയുകയും പ്രവർത്തിക്കുന്ന ആൾക്കാർ ചുരുക്കം വരെ ഉള്ളൂ. ഇപ്പം ഒരു മൈക്ക് കിട്ടിയാൽ ഭയങ്കരമായിട്ട് സംസാരിക്കും അവർ. ഒരു മൈക്ക് അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ ജാതിയെക്കുറിച്ച് പറയും, മതത്തെക്കുറിച്ച് പറയും, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം, ഭക്ഷണം ഇല്ലാത്തവന് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഹരിതകർമ്മ സേന ഞാൻ ഒരു വീട്ടിൽ ചെന്ന് എനിക്ക് വെള്ളം ദാഹിച്ചു, എനിക്ക് വെള്ളം കുടിക്കണം, അവരെനിക്കൊരു പാത്രത്തിൽ വെള്ളം തന്നു. ആ പാത്രത്തിൽ വെള്ളം ഒരു മനുഷ്യനും ചാവാൻ കിടന്ന പോലും കുടിക്കാത്തൊരു പാത്രത്തോട് വെള്ളം കൊണ്ടുവന്ന്. കാരണം അത്രയ്ക്ക് ആ പാത്രത്തിൽ ഒരു വൃത്തിഹീനമായല്ലോ. പക്ഷെ അതെന്തുകൊണ്ടാണ് ആ പാത്രത്തിൽ എനിക്ക് അവർ വെള്ളം തന്നത്? ഞാൻ ചെന്ന എൻ്റെ ഒരു യൂണിഫോം, ഞാൻ നിൽക്കുന്ന ആ ഒരു എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് എൻ്റെ പ്രൊഫഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞ രണ്ടായിട്ടാണ്. എല്ലാത്തിനും നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടല്ലേ എല്ലാത്തിനും. ഇപ്പം ഈ മൈക്കിൻ്റെ മുഖേന സംസാരിക്കുന്ന ധനജകുമാരി എഴുത്തുകാരിയാണ്. ഒരു വീട്ടിൽ ചവറ് വാരാൻ പോകുമ്പം എനിക്ക് ഈ എഴുത്തുകാരിയെ പോലെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ പ്രതികരിക്കാൻ എനിക്ക് പറ്റും, തീർച്ചയായിട്ടും പ്രതികരിക്കും. ചില ചായക്കടകളിൽ കയറുമ്പോഴുണ്ട് ചില ഓട്ടോക്കാർ പച്ച കോട്ടിട്ടവരെ കണ്ട നിർത്താത്ത ഓട്ടോക്കാരുണ്ട്. ഓട്ടോ ഡ്രൈവർ ഞങ്ങൾ റോഡിൽ നിന്നാൽ
ഞങ്ങൾ റോഡിൽ നിന്ന് എത്രയോ ഓട്ടോ കൈ കാണിക്കും. ഞങ്ങൾ പച്ച കോട്ടൺ ടീക്കണ നിൽക്കുന്നവരെ കേട്ടത് ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ അമ്പലമുക്ക് കുടപ്പനക്കുന്ന് ചെട്ടിവിളാകന്മാരില്ല ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് പല പ്രാവശ്യം നമ്മൾ ഓട്ടോയ്ക്കകത്ത് ഈ ഓട്ടോക്കാർ പോലും ഈ പച്ച കോട്ടിട്ടവരെ കണ്ട ഓട്ടോ കയറ്റാൻ മടിയുള്ള ഒരുപാട് ഓട്ടോക്കാരുണ്ട്. കാരണം ഞങ്ങളുടെ കയ്യിൽ ചാക്കൊക്കെ ഇരിക്കുകയാണ്, ചാക്ക് കവറ് സഞ്ചിയൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ മാറ്റം ഉണ്ടോന്ന് കേട്ടാ ഇല്ല. ഓരോരുത്തർ വസ്ത്രധാരണം നോക്കിയാണ് ഓട്ടോറിക്ഷ പോലും കയറുന്നത്. അപ്പൊ സാധാരണക്കാരുടെ ഒരു തൊഴിലാണ് ഓട്ടോ. അവർ പോലും നമ്മളെ സാധാരണക്കാരായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ലേ? തൊഴിലാളികളുടെ ഒരു വാഹനമാണ് ഓട്ടോ. അതെ, നമ്മുടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ കോളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ പോലും നമ്മളെ കയറ്റാൻ മടിക്കുന്ന ആൾക്കാരോട് അപ്പൊ എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഹരിതകർമ്മയുള്ള ആൾക്കാരുടെ ഓരോരുത്തർ ചോദിച്ചാൽ അവർ പറയും. ചായക്കടകളിൽ തന്നെ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നടന്നൊക്കെ വന്നിട്ട് നമ്മൾ കയറുന്ന ഒരു 5 മിനിറ്റ് ഇരുന്ന് പോകും. പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞവരുണ്ട്, ചായ കുടിച്ച് എഴുന്നേക്കെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞാൻ പിന്നെ ഇപ്പം അതൊന്നും നമ്മൾ ബാധിക്കൂല. തീക്കളി കൊണ്ട് അടിയേറ്റ പൂച്ചയ്ക്ക് ചായക്കടകൾ തുടങ്ങിയതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്, അതിന്റെ പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട്. ഈ ചായക്കടകൾ തുടങ്ങാനായിട്ട് ആഹ്വാനം ചെയ്തത് പി കൃഷ്ണപിള്ളയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനും അങ്ങനത്തെ ഒരു ഗ്ലാസ് ചില്ലിന്റെ ഗ്ലാസ് ആക്കിയെന്ന് വെച്ചാൽ ഈ ചില്ലിന്റെ ഗ്ലാസ്സിൽ എന്താണ് കൊടുക്കണമെന്ന്, ഇപ്പൊ ധനജകുമാരി എന്താണ് കഴിക്കുന്നതെന്ന് ഇപ്പുറത്തുനിന്ന് സീനെ അറിയണം. അതെ അതെ, അതിനും കൂടിയാണ് ചില്ലിന്റെ ഗ്ലാസ്. ഞങ്ങൾ ഇതിനകത്ത് അങ്ങനെ ഒരു അടി ഉണ്ടായിട്ടുണ്ട്, ചെങ്കൽച്ചുള്ളിൽ അങ്ങനെ ഒരു അടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ഞാൻ ജനിക്കുന്ന മുമ്പേ ആ അടിയുടെ പേര് കരിഞ്ഞയപ്പത്തിന്റെ അടി എന്നാണ് പറയുന്നത്. കരിഞ്ഞയപ്പത്തിന്റെ അടി എന്നാണ് അടിയുടെ പേര്. എന്നുവെച്ചാൽ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ ആൾക്കാർ പോകുമ്പോൾ കരിഞ്ഞ അപ്പമേ കൊടുക്കുള്ളൂ. ഈ ചായക്കട നടത്തുന്നവരായിരുന്നു ഇത് കരിഞ്ഞപ്പത്തി ഒരു നാടേഴ്സ് അല്ല, നാടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നത് നാടേഴ്സാണ് നടത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അവര് നാടേഴ്സ് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ കേട്ടറിവുള്ളതാണ്, എനിക്ക് അനുഭവമില്ല, കേട്ടറിവാണ്, അമ്മയൊക്കെ പറഞ്ഞു കേട്ടത്. അവിടെ നമ്മുടെ ആൾക്കാർ പോയി അവരെപ്പോഴും കരിഞ്ഞ അപ്പേ കൊടുക്കുള്ളൂ. കൊടുക്കണം മാത്രമല്ല ഒന്ന് ചോദിക്കാൻ പാടില്ല, വേണമെങ്കിൽ കഴിച്ചോണ്ട് പോകണം. അതിനെ എതിർത്ത് ഞങ്ങളുടെ ഒരു ആളുണ്ട്, അടിയുണ്ടാക്കി അടിയായി പൈസ വാങ്ങിക്കും. പൈസയും വാങ്ങും, കരിഞ്ഞപ്പത്തിന് പൈസയും വാങ്ങണം. അങ്ങനത്തെ ഒരു കാലം ഞങ്ങൾക്ക് കൊണ്ട് ചരിത്രം എഴുതാമെങ്കിൽ ചെങ്കൽച്ചുള്ളിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ച ഒരുപാട് പേര് ഇതിനകത്തും ഉണ്ട്. അതൊന്നും ആരും എഴുതി വെച്ചിട്ടില്ല, അവരൊന്നും സമര നായകന്മാരുമായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സാംസ്കാരിക കേരളത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഞാൻ എഴുത്തും ഇപ്പൊ അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞു, ഇപ്പൊ ഏതൊരു പുസ്തകം ഏറ്റുവാങ്ങാൻ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പൊ എനിക്ക് ഏറ്റവും, ഞാൻ ഇന്നലെ ചെന്നൈയിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ചെന്നൈയിൽ എന്തിനായിരുന്നു? മലയാളി മാർഗഴി മഹോത്സവം ഒരു പരിപാടി, അവിടെ മലയാളികളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ തന്നെ അവര് വിളിക്കുകയും ആദരിക്കുകയും എന്റെ പുസ്തകം. ആ പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ടാണോ? അതില് എന്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു, എന്നെ അവർ ആദരിക്കുകയും ചെയ്തു. എന്റെ ഈ പുസ്തകം തന്നെ അവിടെ അവര് ഒന്നുകൂടെ അവരുടേതായ മലയാളം അവിടെ ഒന്ന് പ്രകാശനം, മലയാളി മാർഗഴി മഹോത്സവം അതിലുണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതൊരു 2 മിനിറ്റ് ഒന്ന് വിശദീകരിച്ച് പറയാം. അത് പറയാം. എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും. ദുബായിൽ എനിക്കൊരു അവാർഡ് കിട്ടിയായിരുന്നു, അത് ആൻസൺ ഹീറോ അവാർഡാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ദുബായിലൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ സ്വപ്നത്തിൽ പോലും പക്ഷെ നമുക്ക് സ്വപ്നം കാണുന്ന ഒരു പരിധിയുണ്ട്. എൻ്റെ സ്വപ്നത്തിൽ പോലും കേരളത്തിലെ 14 ജില്ലയും ഞാൻ കണ്ടിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ ഒരിക്കലും തമിഴ്നാട് ജില്ല പോലും എൻ്റെ സ്വപ്നത്തിൽ വരില്ല. അപ്പോൾ അങ്ങനെ പോലും വരാത്തൊരു സ്ഥലമാണ് ദുബായ്. അവിടെ നിന്നാണ് എനിക്കൊരു അവാർഡ് തന്നു, അൻസൺ ഹീറോയുടെ അവാർഡ് തന്നു. പോയി സന്തോഷമായിട്ട് വന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഭയങ്കര ഒരു അംഗീകാരം അവിടെ കിട്ടിയത്. പക്ഷേ അതിലെല്ലാത്തിലുപരി എനിക്ക് ചെന്നൈയിലൊരു അവാർഡ് ഉണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു അത് പോയത്. മാർഗഴി മഹോത്സവം എന്ന് പറഞ്ഞാൽ മലയാളി അസോസിയേഷൻ്റെ അവരുടെ ഒരു പരിപാടിയാണ്. പക്ഷെ അതിൽ എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചെന്നൈ കാണണം എന്നുള്ള. അപ്പം മക്കളെ 2 പേരും ചെന്നൈയിൽ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അമ്മയെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിള്ളേരെ പോവുകയും കാണുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഒരു പൈസയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവാർഡിന് വിളിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവർ പറഞ്ഞു അമ്മയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും കൊണ്ടുപോയാണ് അവാർഡ് അതിന് പോയപ്പോൾ അവിടെ വേറൊരു അത് നടന്നെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിനത് ഏറ്റവും സന്തോഷം തന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു 9ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ അമ്മയും അച്ഛനും. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും എന്നെക്കുറിച്ച് എന്താണ് പ്രതീക്ഷ എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. അന്നത്തെ കാലത്ത് ചെങ്കൽച്ചുള്ളിൽ വളരുന്ന ഓരോ കുട്ടികളെ കുറിച്ച് ഓരോ മാതാപിതാക്കളുടെ പ്രതീക്ഷ, ഏറ്റവും വലിയ പ്രതീക്ഷ കെട്ടിച്ചു വിടുക എന്നുള്ളതായിരിക്കാം. അതിലപ്പുറമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പക്ഷേ എൻ്റെ 2 മക്കളെ കൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച് ഞാൻ വളർത്തിയ പിള്ളേരാണ്. അപ്പോൾ അവർ ഒരു വേദി ഓരോ സദസ്സിൽ നിന്ന് അവാർഡുകളും
സമ്മാനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷം കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ സന്തോഷം കൊണ്ട് വിളിച്ചതിൽ എൻ്റെ അമ്മയ്ക്കും ആഗ്രഹമാണ് ചെന്നൈ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി, അമ്മയെ കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ചെന്ന്, പക്ഷേ അതൊന്നും അല്ല. അവിടെ ചെന്നപ്പോൾ അമ്മേനെയും കൂടെ അവർ സ്റ്റേജിൽ വിളിച്ചു. അവർ സ്റ്റേജിൽ വിളിച്ച് അമ്മയും കൂടെ നിർത്തി ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം കോളനിയിൽ ജനിച്ചു കാണുന്നുള്ള ഒരു സ്ത്രീ എന്നുള്ളത് എനിക്ക് ഒരിക്കൽ പോലും അമ്മ അങ്ങനെ പ്രതീക്ഷിച്ച് കാണില്ല. ആ ഒരു അത്രയും വലിയൊരു സ്റ്റേജിലൊക്കെ കൊണ്ടുവരുന്ന പ്രസംഗിച്ചോ? ഇല്ലില്ല, അമ്മ അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ഇനിയിപ്പം നാളെ തൊട്ട് നടക്കുന്ന നിയമസഭയുടെ നമ്മുടെ പുസ്തകമേളയിൽ അവിടെ 2 ദിവസം എൻ്റെ പരിപാടി. ഒരു ദിവസം നാളെ പിന്നെ 11:30 സെക്ഷനിലുണ്ട്. പിന്നെ 9-ാം തീയതി GS പ്രദീപ് സാറിൻ്റെ പുസ്തക പ്രകാശനം. നാളെ ഈ ധനജകുമാരിയുടെ ആത്മഹത്യയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആരൊക്കെ? അപ്പോൾ നാളത്തെ ആ പ്രോഗ്രാം 11:30 പിന്നെ മറ്റന്നത്തെ പ്രോഗ്രാം 9-ാം തീയതി ഉണ്ട്. ഏറ്റുവാങ്ങലാണ്. GS പ്രദീപ് സാറിൻ്റെ പുസ്തകമാണ് ഏറ്റുവാങ്ങുന്നത്. അപ്പം അത് ഭയങ്കര അഭിമാനമുള്ള കാര്യങ്ങൾ. കാരണം എനിക്ക് കിട്ടുന്ന ചെറിയൊരു കാര്യമായിരുന്നാലും ഞാൻ അതിനെ എല്ലാം ബോണസായിട്ട് കരുതുന്ന ഒരാളാണ്.